ആൻറ്റി അവിടെ നിന്നോ ആൻറ്റി അവിടെ നിന്നോ. എടാ മോനെ ഇരുന്നാൽ നന്നായിരുന്നു. സാധാരണ ഈ ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും ഉഴപ്പന്മാർ പുറകിയിരിക്കുന്നു. നല്ല കുട്ടികളൊക്കെ മുമ്പിലോട്ട് കയറി ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് ആ ഫ്രണ്ടിലെ കസേരകൾ കാലിയായിട്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും ഇവിടെ നിൽക്കുന്നവർക്ക്. ദയവായി മുമ്പിലേക്ക് കയറിയിരിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും കാര്യമുണ്ട്. ട്രഷറർ ഈ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ രണ്ടാമത്തെ കുടുംബയോഗമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. നമുക്ക് കഴിഞ്ഞ കുടുംബയോഗത്തിലുണ്ടായിരുന്ന എല്ലാവരും ഇല്ലെങ്കിലും പുതിയതായി കുറെ അധികം മുഖങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൂരത്തു നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് നമ്മുടെ ഈ തിനപ്പറമ്പിൽ കുടുംബത്തിന്റെ പേരിലാണ്. നമ്മുടെ അഡ്രസ്സ് സെയിമാണ്. അപ്പൊ അത് തന്നെ ആ ഒരു പേരിൽ അറിയപ്പെടുന്നവരെല്ലാം ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ പൂർവികരെയും കൂടി ഓർക്കാം. അവരുടെ കഷ്ടപ്പാടും കരുത്തും ശക്തിയുമാണ് നമ്മുടെ കുടുംബത്തെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഓർത്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഈ കുടുംബയോഗം ആരംഭിക്കാം. വെളിച്ചം പകരണമേ, വെളിവും നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയത്തില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മനോജ് ജോസഫ്. ഞാൻ തിനപ്പറമ്പിൽ പണിക്കർ ബാപ്പി സാറിന്റെ കൊച്ചുമകനാണ്. അതായത് നിങ്ങളെ കുഞ്ഞച്ചാൻ എന്നൊക്കെ വിളിക്കുന്ന അഡ്വക്കേറ്റ് ടി സി ജോസഫിന്റെ മകനാണ്. പിന്നെ ആദ്യം തന്നെ ഈ കുടുംബയോഗത്തിന്റെ ഈ വാർഷിക സമ്മേളനം എന്റെ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ച ഇതിന്റെ ഭാരവാഹികളെ നമുക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതിന്റെ ആക്ച്വലി ഇനീഷ്യൽ ഷെഡ്യൂൾ പ്രകാരം എന്റെ ചേട്ടനായിരുന്നു ഈ സ്വാഗതം ആശംസിക്കേണ്ടത്. പക്ഷേ പുള്ളിയുടെ ജോലി തിരക്ക് കാരണം ദുബായിൽ നിന്ന് പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ എന്റെ സ്വാഗതത്തിലേക്ക് കിടക്കാം. ഇവിടെ മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്ന പതാരഞ്ചേരിയിലെ ജോർജ് കുട്ടി സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ കുടുംബയോഗത്തിന്റെ രക്ഷാധികാരി കുഞ്ഞിത്തൻകുഞ്ഞങ്ങളിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പ്രസിഡന്റ്, ഇതിന്റെ നേതൃനിരയിൽ നിന്നുകൊണ്ട് തിനപ്പറമ്പിൽ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സാജൻ അലക്സിനെ ഞാൻ ഈ വേദിയിലേക്ക്
ഇവിടെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, തിനപ്പറമ്പിൽ ടോമിച്ചൻ. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആനുവൽ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ട്രഷറർ ഇവിടെ ഉണ്ട്, തിനപ്പറമ്പിൽ മേജർ. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ സഹോദരന്മാര്, കഴിഞ്ഞ നമ്മുടെ 1-ാം വാർഷികമല്ലത് സത്യത്തിൽ. 1983 നമ്മുടെ പരേതനായ അഡ്വക്കേറ്റ് ടി.സി. ജോസഫ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ അത് 2-3 വർഷം കൂടിയപ്പോൾ അത് നിന്നുപോയി. അപ്പൊ 1983 25 കൂടെ പ്ലസ് കൂട്ടുമ്പോഴത്തേക്കിന് 42-ാമത്തെ വാർഷികമാണ്. പക്ഷെ നമ്മളത് 2-ാം വാർഷികമായിട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് അവതരിക്കുന്നതിന് മുൻപായിട്ട് എനിക്കൊരു അനുശോചനമുണ്ട്. ഇന്ന് എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ ഫാദറിൻ്റെ പെങ്ങളുടെ മകൻ മാത്തുക്കുട്ടി, അതിനെ ഈ തിനപ്പറമ്പ് കുടുംബ യോഗത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുശോചനം അറിയിച്ചുകൊണ്ട് അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ, പുള്ളിക്ക് വേണ്ട പ്രാർത്ഥനകൾ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിലെ എല്ലാവരെയും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും പരമാവധി ഞാൻ വേണ്ടിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില കാര്യങ്ങൾ, റിപ്പോർട്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന രീതി മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട കുറെ കാര്യങ്ങളോട് ഞാൻ ചിത്രത്തെ വെച്ച് വായിക്കുവാണ്. കാരണം ഇനി ഒരു വർഷം നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഒരു വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടുകൂടി ഞാൻ ഈ തിനപ്പറമ്പ് കുടുംബയോഗത്തിന് 2-ാം വാർഷിക റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. തിനപ്പറമ്പ് കുടുംബയോഗം 1983 ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ നിലച്ചു പോവുകയും 2-ാം തലമുറ ഏറ്റെടുത്തുകൊണ്ട് 30/12/2023 പരേതനായ അഡ്വക്കേറ്റ് ടി.സി. ജോസഫിന്റെ ഭവനം മകൻ മനോജ് തുറന്നു നൽകിക്കൊണ്ട് ആദ്യ യോഗം ഇവിടെ കൂടി അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. യോഗം രക്ഷാധികാരിയായി മാത്തിക്കുട്ടി അങ്കിളിനെയും, പ്രസിഡന്റായി സാജൻ അരസിനെയും, സെക്രട്ടറിയായി ടോമിച്ചനെയും, ട്രഷററായി മനോയെയും തെരഞ്ഞെടുത്തു. ഈ യോഗത്തിലെ മറ്റു ഭാരവാഹികൾ: വൈസ് പ്രസിഡന്റ് വിനോയ് കോച്ചേരി, ജോയിന്റ് സെക്രട്ടറി മാർട്ടിൻ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ലെസ്ലി പണിക്കർ, ബിജുമോൻ, രാവിച്ചായൻ, മനോജ്, നമ്മുടെ അച്ചൻകുഞ്ഞ്, ജോയി ചായനെയും തെരഞ്ഞെടുത്തുകൊണ്ട് നല്ല പ്രവർത്തന രീതി നടത്തിക്കൊണ്ടിരിക്കുന്നു. 2024 ജൂൺ 15 നമ്മൾ പകലോമറ്റം മഹാകുടുംബയോഗത്തിൽ പങ്കെടുക്കുകയും 1 ലക്ഷം രൂപ നൽകിക്കൊണ്ട് പകലോമറ്റം കുടുംബത്തിന്റെ ഭാഗമാവുകയും 144-ാം രജിസ്റ്റർ നമ്പറായി പകലോമറ്റം മഹാകുടുംബത്തിന്റെ പ്രസിഡന്റ് ഫാദർ ജോസ് കോട്ടയിൽ അച്ഛൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ 141-ാം നമ്പറാണ്. കാരണം 3 കുടുംബങ്ങൾ പകലോമറ്റത്തിൽ നിന്നും മാറിപ്പോയി. പകലോമറ്റം കുടുംബത്തിൽ അംഗമാകുവാനുള്ള ഫണ്ട് നൽകിയത് പ്രവാസികളായ 3 വ്യക്തിത്വങ്ങളാണ്: ബിജുമോനും മനോജും ജിനുവും. ഇവരെ നമ്മൾ വാർഷിക യോഗത്തിൽ ആദരിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 21/7/2024 രക്ഷാധികാരിയുടെ വീട്ടിൽ 1-ാം വാർഷികം ആഘോഷിക്കാൻ സാധിച്ചു. അതിന് മാത്തുക്കുട്ടി അങ്കിളിനെ പ്രത്യേകം നന്ദി പറയുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഭരണസമിതി എല്ലാ മാസവും ഓരോ ഭവനത്തിൽ യോഗം കൂടുകയും നടപ്പാക്കേണ്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും പ്രസിഡന്റ് വാട്സപ്പിലൂടെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ആഗസ്റ്റ് 10-ാം തീയതി പകലോമറ്റം മഹാകുടുംബത്തിന്റെ പ്രസിഡന്റ് ഫാദർ ജോസ് കോട്ടയിൽ അച്ഛനും, വൈസ് പ്രസിഡന്റ് മാണിച്ചായനും, സെക്രട്ടറി പനയമ്പാല ചാക്കോ സാറും, ട്രഷറർ മാത്തുക്കുട്ടി സാറും, ചങ്ങനാശ്ശേരി റീജിയൻ പ്രസിഡന്റ് സജി ചാലക്കനും കൂടി തിനപ്പറമ്പ് ഭവനം സന്ദർശിക്കാൻ എത്തുകയും രക്ഷാധികാരിയുടെ ഭവനത്തിൽ പണിക്കർ ബിജുമോൻ, ഗ്രാഫിക് ആൻഡ് ഡിസൈനിങ് കോർഡിനേറ്ററായി രാവിച്ചായനെയും, എക്സിക്യൂട്ടീവ് എഡിറ്ററായി മാർട്ടിൻ, മനോജ്, എഡിറ്റോറിയൽ അസിസ്റ്റന്റായി ജോർജി തോമസിനെയും, അലൻ സാജനെയും തിരഞ്ഞെടുത്തു. കുടുംബചരിത്ര എഡിറ്റേഴ്സ് ബിജുമോൻ എഡിറ്ററായി ബിജുമോനെയും രാവിച്ചാനെയും വാർഷിക ദിനത്തിൽ ആദരിക്കാനും തീരുമാനിച്ചു. 250 പുസ്തകം അടിക്കാൻ തീരുമാനിച്ചു. അതിന് ഒരു നല്ല തുക ആവശ്യമുണ്ട്. സ്പോൺസർ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടും ഇതിനായി ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടും ബുക്കിന്റെ അകത്തെ ഫ്രണ്ട് പേജിന്റെ ചരമക്കോളമോ വിവാഹ വാർഷികമോ മാമോദീസായോ കോളിക്കമൂണിൽ കുർബാന കൈക്കൊള്ളപ്പാടോ പരസ്യം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഫ്രണ്ട് ഫുൾ പേജിന് 10,000 രൂപയും ലാസ്റ്റ് പേജ് ഫുള്ളിന് 20,000 രൂപീസുമായി, ഈ ഉൾവശം ഫുൾ പേജ് 4,000 രൂപീസും ഹാഫ് പേജ് 20,000 രൂപീസും എല്ലാം കളർ ഫോട്ടോയുമാണ് എന്നിങ്ങനെ നിജപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലെ സാധാരണക്കാരെ കൂടി കണക്കിലെടുത്താണ് തുക ഇത്രയും കുറച്ച് പരസ്യം വെച്ചിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളെയും ഇതിൽ പങ്കാളികളാകണം. അപ്പോൾ നമ്മൾക്ക് ബുക്കിന്റെ പ്രിന്റ് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. എല്ലാ കുടുംബങ്ങളിലും കുടുംബചരിത്രം ഉണ്ടാകുകയും ചെയ്യും. 2-ാം വാർഷികം നമ്മൾ ആചരിക്കുകയാണല്ലോ.
തിരുപ്പറമ്പ് കുടുംബത്തിന് പ്രത്യേക ഫണ്ടില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 25 കുടുംബങ്ങൾ ഒരു വർഷം 1200 റുപ്പീസ് നൽകിയാലും ഒരു വർഷം 30,000 റുപ്പീസേ ആവുകയുള്ളൂ. വാർഷികത്തിന് നല്ലൊരു ഫണ്ട് ചെലവാകുന്നുണ്ട്. ഇതിന് പ്രത്യേകം ഒരു ഫണ്ട് കണ്ടെത്തണം എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തിരുപ്പറമ്പ് കുടുംബ യോഗവും വാർഷികവും മുന്നോട്ടുള്ളത് നടത്തിപ്പിനെ പുതിയ തലമുറ കടന്നു വരണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വാർഷികം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. തിരുപ്പറമ്പ് കുടുംബത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സുഹൃത്തിലിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങൾ മൺമറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്കും പുതിയ തലമുറ സന്തോഷം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വാർഷികത്തിലും ഗംഭീരമായി കൊണ്ടാടാൻ നല്ല മനസ്സുള്ള തലമുറ കടന്നു വരണമെന്ന് ആശീർവദിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് ഞാൻ നിങ്ങൾ മൺമറഞ്ഞുപോയ പിതാക്കന്മാർക്കായി സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി ടോമിച്ചൻ തിരുപ്പറമ്പിൽ. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോറി, എല്ലാവരും പ്രസിഡന്റ് പറഞ്ഞോളും, എങ്കിലും സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു 120 പേരോളം നമ്മുടെ കുടുംബ യോഗത്തിനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി 250-310 കിലോമീറ്റർ അകലെ നിന്ന് നമുക്ക് 4 അംഗങ്ങൾ ഇവിടെ വന്നിട്ടും നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏറ്റവും നെയ്ബറായിട്ട് കിടക്കുന്ന ആൾക്കാർ ഇവിടെ വളരെ കുറവാണ്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും സംബന്ധിക്കണമെന്നും സാമ്പത്തികം ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നും സാമ്പത്തികം നമ്മൾക്ക് ദൈവം തന്നോളുമെന്നും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണ്ട. സാമ്പത്തികം തരാത്തവരും ഇതിൽ ഉൾക്കൊള്ളണം, വരണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യോഗത്തിൻ്റെ വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന വടക്കേൽ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ്, മുൻ അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായി നമ്മുടെ പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനായി കൈക്കാരനുമൊക്കെ ആയി പ്രവർത്തിച്ച ഏറെ ബഹുമാന്യനായ ജോർജുട്ടി സർ, ഈ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി ഏറെ ബഹുമാന്യനായ മാത്തുക്കുട്ടി സ്കറിയ, നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച ബഹുമാന്യനായ ജോൺസൺ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ട്രഷറർ ഏറെ ബഹുമാന്യനായ മേജർ തോമസ്, ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളെ, ഏറെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുടുംബയോഗത്തിലുണ്ടായിരുന്നതിലും ഏതാണ്ട് പകുതി 60ഓളം ആൾക്കാർ മാത്രമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു സങ്കടം ഈ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട്. കാരണം എല്ലാവരെയും ഒത്തുകൂട്ടുവാൻ അക്ഷീണം പരിശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, തൃക്കുടുത്താനത്ത് ഒരു ദേവാലയം 1902 സ്ഥാപിതമായത്. ആ ദേവാലയം സ്ഥാപിതമായപ്പോൾ ആ ദേവാലയത്തിന്റെ ആദ്യത്തെ കൈക്കാരൻ തിനപ്പറമ്പിലെ ഒരു വല്യപ്പനായിരുന്നു എന്നുള്ളതാണ് തിനപ്പറമ്പിൽ കുടുംബ യോഗത്തിന്റെ അല്ലെ കുടുംബത്തിന്റെ മഹത്വം വെളിവാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പല ആളുകളും നമ്മുടെ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ കൈക്കാരന്മാരായി, സൺഡേ സ്കൂൾ അധ്യാപകരായി, മറ്റു പല സംഘടനകളിലായി, പാരീഷ് കൗൺസിൽ മെമ്പർമാരായി, അങ്ങനെ നിരവധി പള്ളിയോട് ചേർന്ന് മുൻപോട്ട് ജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ തിനപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. തന്നെ ചെറിയൻ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ദുബൈയിൽ സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ സാറാ മേരി ചെറിയൻ, ജോമിയുടെ മകൾ, ICSE ബോർഡ് എക്സാമില് 90% മാർക്ക് മേടിച്ച് ഉന്നത വിജയം, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിവരവും സന്തോഷത്തോടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ തോമസ് സെബാസ്റ്റ്യൻ ഉടനെ എത്തിച്ചേരുന്നതാണ്. ജിനുവിന്റെ മകനാണ്. നമുക്ക് ഏറെ അഭിമാനിക്കാം. UAE നടന്ന 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കി നമ്മുടെ മലയാളം പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഫോട്ടോയൊക്കെ നമ്മുടെ മലയാളം പത്രങ്ങളിലും ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. അതോടൊപ്പം തന്നെ അലീന മോൾ ജോസഫ് അച്ഛനന്റെ മകളാണ്. SSLC പരീക്ഷയിൽ ഫുൾ A+ഓടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കി. അച്ഛനന്റെ മൂത്ത മകളാണ് ആൽഫി മോൾ ഹൗസ്. B.Ed ഫുൾ A+ മേടിച്ചുകൊണ്ട് ഈ മേഖലകളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങള് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്, സ്വാഗതാർഹമാണ്. ഇവിടെ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട രാജ്മോഹൻ കൃതജ്ഞത സൂചിപ്പിക്കുമ്പോൾ പറയുമായിരിക്കും, ഇടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയുമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ
വിദ്യാഭ്യാസം നേടുവാൻ പ്രാപ്തിയും കഴിവുമുള്ള കുട്ടികൾ. അവർക്ക് സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു പദ്ധതിയെ പറ്റി നമ്മുടെ കുടുംബയോഗം ആലോചിക്കുന്നുണ്ട്. മീറ്റിങ്ങുകളിലൊക്കെ കൂടുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ വേണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ അപ്പന്മാരുടെ കാലഘട്ടങ്ങളിൽ എത്ര വസ്തു ഉണ്ടോ അത് വസ്തുവിന്റെ 2 ആണുങ്ങളാണെങ്കിൽ കൃത്യം പകുതി കിട്ടണമെന്നൊരു വാശിയുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് വസ്തുവൊന്നും വേണ്ട, അവർക്ക് വേണ്ടത് വിദ്യാഭ്യാസം. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം മാത്രമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുടുംബത്തിന് അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിന് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരിൽ നിന്നും ആ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ കുടുംബയോഗത്തിന്റെ ഒരു സുവനിയർ ഏതാണ്ട് ഒരു 8 മാസക്കാലമായി അതിന്റെ പണിപ്പുരയിൽ നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ മനോജ് ജോസഫിന്റെ ചേട്ടൻ ലെസ്ലി ജോസഫ് നമ്മുടെ കുടുംബയോഗത്തിന്റെ ചരിത്രം എഴുതുന്നതിനായി കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അദ്ദേഹം നിരന്തരം എന്നെയും അതുപോലെ ഇവിടെയുള്ള പലരെയും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം ഏതാണ്ട് പൂർണ്ണതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും ആ കുടുംബയോഗത്തിന്റെ ആ ചരിത്രത്തോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബ ഫോട്ടോയും അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഫോട്ടോയും ഒക്കെ ചേർത്തുകൊണ്ട് ആ ബുക്ക് കമ്പൈൽ ചെയ്യുകയും അത് പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന അതിന്റെ പണിപ്പുരയിലാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ശ്രീ രാജു ജോസഫ്. അവരെ 2 പേരെയും നമുക്കൊന്ന് കൈയടിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് അനുമോദിക്കും. ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയും ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് സ്നേഹം എന്ന വാക്കാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നാണ് പറയുക. കാരണം സ്നേഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദയയുണ്ടാകണം, കാരുണ്യം ഉണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാകണം, ക്ഷമിക്കാൻ സാധിക്കണം. അപ്പൊ സ്നേഹമെന്ന് പറയുന്നത് പല ക്വാളിറ്റീസിന്റെയും ആകെ ഒരു തുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഈഗോയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ തിനപ്പറമ്പിൽ കുടുംബം എന്നുള്ള ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിന്നാത്മചൈതന്യം ആത്മചൈതന്യം വിശ്വം കാക്കുന്ന വളരെയധികം സന്തോഷമുണ്ട്. തിനപ്പറമ്പിൽ കുടുംബയോഗത്തിൻ്റെ ഈ 2ാമത്തെ വാർഷികത്തിൽ സംബന്ധിക്കുന്നതിന് സാധിച്ചതിൽ വളരെ സന്തോഷം. ഈ അടുത്ത കാലത്ത് ധാരാളം കുടുംബയോഗങ്ങളുടെ വാർഷികങ്ങൾ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലുണ്ടായിരുന്നു ധാരാളം കുടുംബയോഗങ്ങളുടെ വാർഷികങ്ങൾ നടക്കുന്നു. ധാരാളം കുടുംബയോഗങ്ങൾ നിലവിലുണ്ട്. പല ആൾക്കാരും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Remarkable achievement in NEET UG 2025.
ജോസ്മി അന്ന തോമസ്. പ്ലീസ്. Dr. Marin and Manoj secured Bachelor of Medicine and Bachelor of Surgery degree from University of Aberdeen. Good, congratulations. Elizabeth Anna Cherian, daughter of Leslie, working as a chartered accountant in Dubai. Congratulations. Kumari Sarah Mary Cherian, daughter of Jomi, secured 90% in ICSE board, Bangalore 2025. Congratulations. Cash award and minute. തോമസ് സെബാസ്റ്റ്യൻ എത്തിയിട്ടില്ല, എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ സമ്മാനം അപ്പോൾ കൊടുക്കാവുന്നതാണ്. അലീന മോൾ ഔസേൻ, ഡോക്ടർ ഓഫ് അച്ചങ്ങഞ്ഞ്, secured full A+ in SSLC examination 2025. Dr. of Achanganyh Alfimol House, full A+ in BA. Congratulations. Thank you. മനോഹരമായ ഗാനം ആലപിച്ച സുരേഷിന് നന്ദി. 18 വർഷങ്ങൾക്ക് മുൻപ് തലശ്ശേരിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അയൽവാസി ഒരു മുൻ സൈനികനായിരുന്നു. അദ്ദേഹം മിക്കപ്പോഴും അതിലെ ചിറകുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കുറേശ്ശെ കാല് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ചിറക് ഉപയോഗിക്കാൻ തുടങ്ങി. കുറേശ്ശെ പറന്നു തുടങ്ങി. പറന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മറ്റു പക്ഷികളെ പോലെ പറന്ന് അന്തരീക്ഷത്തിലേക്ക് പോയി. നിലത്തുണ്ടായിരുന്ന നിലപ്പറമ്പില്ലാതെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഒത്തിരി സാറന്മാരൊന്നും ഇല്ലായിരുന്നു, വെറും 2 സാറന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിലപ്പറമ്പുകാർക്ക് സാറന്മാരുടെ വീട് എന്നുള്ളൊരു പേര് അന്ന് ഇവർ 2 പേരും കൂടി നേടിയെടുത്തു. ഇത് നമ്മൾ ആ നിലത്തുകൂടി നടക്കുന്ന തള്ളക്കോഴിയുടെ കൂടെ നടക്കുന്ന ആ കോഴികളെ പോലെയാണ്, ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ നല്ല പേര് കേൾക്കാനായിട്ട് കനപ്പറമ്പെന്ന് പറഞ്ഞ സാറന്മാർ വീടാന്ന് പണ്ട് പറഞ്ഞതുപോലെ വീണ്ടും പറയിപ്പിക്കാനുള്ളതായ ഒരു മനസ്സ് നമ്മൾ സ്വയം ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്നെ ശ്രമിച്ചുകൊണ്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. രക്ഷാധികാരിയുടെ അർത്ഥവത്തായ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. നമ്മളീടെ വീണ്ടും ഒരു ആദരവ് രക്ഷാധികാരി ഷാൾ അണിയിച്ച് ശ്രീ രാജു ജോസഫ് അവരുകളെ ആദരിക്കുന്നു. യോഗത്തിന്റെ പ്രത്യേകം നന്ദി. ശ്രീ ലെസ്ലി ജോസഫ് അവറുകൾ ഇവിടെ ഇല്ല, പക്ഷെ അദ്ദേഹത്തെ ആദരിക്കേണ്ടത് അനിവാര്യമാണ്. ആദരവ് നമ്മൾ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ അടുത്തെത്തിക്കും. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഇവിടെയുണ്ട്, ശ്രീ മനോജ് ജോസഫ്. മനോജ് ജോസഫ് ഈ ആദരവ് ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് അവിടെ കൊണ്ട് കൈമാറുന്നതാണ്. ശ്രീ മനോജ് ജോസഫിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട രക്ഷാധികാരി ഈ ആദരവ് അർപ്പിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ സുവനീറിന്റെ പ്രകാശനത്തിന് അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, പക്ഷെ ഒരു 2 മാസത്തിനകം സുവനീറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. സുവനീറിന് നമ്മുടെ എഴുതുന്നത് ലെസ്ലി ജോസഫാണ്. വീണ്ടും നമുക്ക് നമ്മുടെ ഓർമ്മച്ചെപ്പുകൾ, ഓരോ വ്യക്തികളുടെയും ചരിത്രങ്ങൾ ആർക്ക് വേണമെങ്കിലും എഴുതാം. ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, മനോജിൻ്റെ വകയായിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരുടെ ചരിത്രങ്ങൾ എഴുതാം. അതുപോലെ ആനുകാലിക രചനകൾ, കവിതകൾ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് എത്രയും വേഗം ഏർപ്പിക്കണം. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഫോട്ടോ എല്ലാം തന്നെ കിട്ടിയിട്ടില്ല. കൊച്ചേരി ഭാഗത്തെ ഹാഫ് പേജ് 2000 രൂപ, എല്ലാം കളർ പേജുകളാണ്. അതുപോലെ ഏറ്റവും സൈഡ് പേജ്, ഫ്രണ്ട് പേജിൻ്റെ ബാക്ക് സൈഡ് 10,000 രൂപയും ബാക്ക് പേജ് 20,000 രൂപയും. ആർക്ക് വേണമെങ്കിലും എന്ത് പരസ്യവും നമുക്ക് തരാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സുവനീർ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും സഹകരിക്കും. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया चलिया। बागों की कलियां सब रंग रलिया ईद पंचक पे किस दिन गाएगी तू, मेरे सपनों की रानी कभी आएगी तू, आए रुत मस्तानी कभी आएगी तू, बीती जाए जिंदगानी कभी आएगी तू, चलिया तू चलिया। आएगी तू चलिया तू चलिया, तेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी।
चलिया तू चलिया. സർ ഒരുപാട് നന്ദി. താങ്ക് യു സർ. കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ എത്തിയിട്ടില്ലായിരുന്നു. ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ് മാസ്റ്റർ തോമസ് സെബാസ്റ്റ്യൻ, son of Jinu Thomas and Donna, secured 99.4% in CBSE 10th standard exam and he is the topper in UAE. കൊടുക്കുന്നതിനായിട്ട് ജോർജ് കുട്ടി സാറിന് ക്യാഷ് അവാർഡും കൊടുക്കുന്നതിനായി മെമന്റോയും കൊടുക്കുന്നതിനായിട്ട് ജോർജ് കുട്ടി സാറിന് സ്നേഹപൂർവ്വം ക്ഷണിക്കും. Okay, very good. Thomas Sebastian, keep it up. Thank you. ഒരു 1.5 മണിക്കൂർ മുന്നേ ഞാൻ വീട്ടിനകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കൈ പൊക്കിക്കോട്ടെ, എന്നെ അറിയുന്നവരൊന്ന് കൈ പൊക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു 15 പേരിലെ 4-5 പേര് കൈ പൊക്കി. സന്തോഷമായി. പിന്നെ ബാക്കിയുള്ള നമ്മൾ ജനിക്കുമ്പോൾ അറിയാവുന്ന ഒരു വീട്ടുപേര പകലോ മറ്റോ, ശരിയല്ലേ? ആ പകലോ മറ്റത്തിൽ നിന്ന് ആരംഭിച്ച് തെനപ്പറമ്പിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാമത്തെ കുടുംബയോഗത്തിൽ ഒരു വിശിഷ്ട അതിഥിയായിട്ട് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ആദ്യം ഈ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് നന്ദി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞാനെൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചില കുഞ്ഞു ചരിത്രങ്ങൾ പറയുക. ജയരാജ് സാർ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളെയാണ്. അപ്പോൾ ആ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് വാവച്ചനും വന്നു. വാവച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അദ്ദേഹത്തിന് പഴയ ഒരു 10-35 കൊല്ലം മുന്നിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിചയപ്പെട്ടു. അതിനുശേഷം ഒരു 2 വർഷം മുന്നേ വരെ ഈ ജയരാജ് സാറിൻ്റെ ഭാര്യ കൂടെ എൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ജയരാജ് സാർ അവിടെ വരുമ്പോഴത്തേക്കിന് വാവച്ചനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വാവച്ചനും ജയരാജനും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരാഴ്ച അവിടെ നിൽക്കും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല. ഞാൻ ഇന്ന് വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, എനിക്ക് വാവച്ചനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞു അദ്ദേഹം അവിടെയല്ല, ജയരാജൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാളെ ജയരാജൻ്റെ വീട്ടിൽ പോയിട്ട് വാവച്ചനെ കണ്ടിട്ടേ പോവുള്ളൂ. കാരണം ആ ഒരു ബന്ധമാണ്. അതവിടെ ഇരിക്കട്ടെ. ഈ ലക്കച്ചായൻ്റെ അല്ലെങ്കിൽ ഈ TC തോമസ് എന്ന് പറയുന്ന ഡാഡിയുടെ അമ്മ ഇവിടെ മരിച്ചു. പുള്ളിക്ക് അവധി കിട്ടിയില്ല. പുള്ളി എന്ത് ചെയ്തു? ഒളിച്ചോടുകയോ അവിടുന്ന് എങ്ങനെയോ വരികയോ ചെയ്തു. വന്നു അമ്മയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് പുള്ളി മറ്റ് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, ടെക്നോളജി ഒന്നും വന്നിട്ടില്ല. പുള്ളിനെ തിരിച്ചെടുത്തില്ല. പക്ഷെ മാസങ്ങൾക്ക് ശേഷം പുള്ളി ആ വെൽക്രിയിലെ വേറൊരു വിങ്ങിൽ പുള്ളി ചേർന്നു. അതിൽ നിന്ന് റിട്ടയർഡായതിനു ശേഷമാണ് പുള്ളി ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെന്ന നിലയിലെ പുള്ളി ഒരു 72-73 മുതൽ പുള്ളി കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, അങ്ങനെ പല കാര്യങ്ങളിലും മാണിസാറിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ആ ജീവിച്ച സ്ഥലത്ത് എത്രയോ പ്രവർത്തനങ്ങൾ അദ്ദേഹം സാമൂഹികമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കാനൊക്കെ എനിക്ക് ഞാൻ ചെയ്യും. അത് നിങ്ങൾ ചിന്തിച്ചോ? പക്ഷേ എല്ലാ വർഷവും ഇതിങ്ങനെ തുടർന്ന് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ നടന്നല്ലോ. ഇനി അതേപോലെ തന്നെ എത്രയോ ആൾക്കാർക്ക് മൊമെൻ്റ് കിട്ടി, എത്രയോ ആൾക്കാരെ ഇനി ഭാവിയിൽ സഹായിക്കാനിരിക്കുന്നു. അതിനൊക്കെ സാമ്പത്തികം ഉണ്ടാകണം. തലപ്പറമ്പിൽ ഫാമിലിക്ക് സാമ്പത്തികം എൻ്റെ അറിവിൽ ഒരു 50-55-60 വർഷമായിട്ടുള്ള എൻ്റെ അറിവിലെ പ്രയാസമൊന്നുമില്ല. പക്ഷേ കൈയറിഞ്ഞ് സഹായിച്ച് ഈ തലപ്പറമ്പിൽ ഈ കൂട്ടായ്മ
ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്നത് നാൽക്കവലയിലായിരുന്നു. അംഗസംഖ്യ കൂടിയപ്പോൾ നമ്മുടെ വല്യപ്പന്മാരെ കിഴക്കോട്ട് മാറി താമസിക്കാൻ തുടങ്ങി. പുലിക്കോട്ട് പടിക്ക് കിഴക്കും പുലിക്കോട്ട് പടിക്ക് പടിഞ്ഞാറും വടക്കും തെക്കും ഒക്കെ ഉള്ളതായി അവർക്ക് കിട്ടിയിരുന്ന കൃഷി സ്ഥലങ്ങളിൽ അവർ വീട് വെച്ച് താമസിച്ചു. എൻ്റെ വല്യപ്പൻ പുലിക്കോട്ട് പടിയിൽ നിന്ന് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലത്താണ് വീട് വെച്ചത്. ഇത്താക്ക അപ്പൂപ്പൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു മകനും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. മകൻ്റെ ഏറ്റവും ഇളയ മകൻ, ജീവിച്ചിരിക്കുന്ന ഏക മകൻ ഞാനാണ്. ഞാൻ 41 വർഷക്കാലം തലശ്ശേരിയിൽ പേരാവൂർ എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ തൃക്കൊടിത്താനത്തേക്ക് തിരിച്ചെത്തിയിട്ട് 18 വർഷമായി. ഒരു ഹൈസ്കൂൾ അധ്യാപകനായും ഒരു കൃഷിക്കാരനായും അതിനുശേഷം ഹെഡ് മാസ്റ്ററായിട്ടും ജോലി ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് കഴിഞ്ഞു. എൻ്റെ ഭാര്യ ക്ലാരമ്മ ഫിലിപ്പ് കൊളത്തൂർ മൂഴിക്കാരിയാണ്. വലിയകം എന്നാണ് വീട്ടുപേര്. എൻ്റെ മൂത്ത മകൾ ആണ് അടുത്ത് നിൽക്കുന്നത്. അവൾ കോട്ടയ്ക്കൽ ഒരു ഹൈസ്കൂളിലെ അധ്യാപികയാണ്. അവിടെ 2 മക്കളാണ് അതിന് അടുത്ത് നിൽക്കുന്നത്. ഒരാൾ ബിടെക് കഴിയാറായി, ഒരാൾ ഫാം ഡിക്ക് പഠിക്കുന്നു. മകളുടെ പേര് സുജ മാത്യു എന്നാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. കൊച്ചുമകളുടെ പേര് ജെറീന എന്നാണ്, ഫാം ഡിക്ക് പഠിക്കുന്ന മകൾ. കൊച്ചുമകൻ്റെ പേര് ജോയൽ എന്നാണ്, ബിടെക് ഫൈനൽ ഇയറാണ്. ചാച്ചൻ മരിച്ചുപോയി. ഇവിടെ മകൾ ഒഫീഷ്യൽ നെയിം റോയ് പോൾ. വിവാഹം കഴിച്ചിരിക്കുന്നത് റോയ് പോൾ ആണ്. മോനിപ്പള്ളിയിലാണ് വീട്. പുളിങ്കുന്നേൽ എന്നാണ് വീട്ടുപേര്. ഇതെൻ്റെ ഇളയ സഹോദരിയാണ് സെൽവി. ഇതെൻ്റെ ഭാര്യ മറിയമ്മ. എനിക്ക് 2 മക്കളാണ്, അലനും അഡോണയും. അലൻ MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് UPSCയുടെ കോച്ചിങ്ങുമായിട്ട് തിരുവനന്തപുരത്ത്, മകള് ചെങ്ങന്നൂരിലെ 4th സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. വൈഫ് അധ്യാപികയാണ്. ഞാൻ അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. താങ്ക് യു. പിന്നെ എൻ്റെ പേര് ജോണി. പിന്നെ എൻ്റെ ഭാര്യ മേഴ്സി. ഇത് മകളാണ്. എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകനാണ് അതായത് ഈ ടോമിച്ചൻ. ഇത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ് സിബിച്ചൻ. മക്കള് മൂത്ത മകൾ വിടില്ല, പഠിക്കാനായിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. ഇത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട് കരിമ്പ, അതായത് പാലക്കാട് ജില്ലയിലെ കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരിമ്പ പഞ്ചായത്തിൽ കരിമ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. മകളുടെ കാര്യം പറഞ്ഞത്, പുറത്ത് പോയിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ജർമ്മനിയിൽ പോയിരിക്കുകയാണ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. പോയിട്ട് ഒരു 10 മാസമായിട്ടുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കും. 2 ആണുങ്ങൾ. ഞാൻ പുറത്തായിരുന്നു ഒരു 4 വർഷം. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിലായി. ഇപ്പോൾ മണ്ണാർക്കാട് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അനിയൻ അവിടെ തന്നെ പട്ടാമ്പിയിൽ ഒരു ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞു. എൻ്റെ വല്യപ്പൻ 2 പേരാണ് വല്യന്മാർ. ഒന്ന് കോശാല ബാബിയും ഒന്ന് മുട്ടിയമ്മ. അത് ഇരട്ടപ്പേരാണ്. എൻ്റെ വല്യപ്പൂപ്പൻ സ്വത്തുക്കൾ ഭാഗത്ത് കൊടുത്തപ്പോൾ ഈ നിന്റെ മക്കൾക്ക് ഇതുപോലെ കൊടുക്കണം, കോശാലയും മുട്ടിയാലും കഴിച്ച് കളയരുത് എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ കോശാലയെ കേട്ടാൽ ആ സെക്കൻഡ് ഞാൻ അടി കൊടുക്കും. തിനപ്പറമ്പിൽ കറിയാച്ചൻ്റെ കൊച്ചുമകനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പേര് ടി.ഒ. ജോസഫ്. അവതക്കുട്ടി എന്ന് എല്ലാവരും വിളിക്കുന്നു. എൻ്റെ അമ്മ സെലിനാമ്മ ജോസഫ്. ഇതെൻ്റെ ഭാര്യയാണ് സൂസൻ. എനിക്ക് 2 മക്കളുണ്ട്, അവർ കാനഡയിലാണ്. എൻ്റെ അനുജൻ മാർട്ടിൻ ജോസഫ്. മാർട്ടിൻ ജോസഫിൻ്റെ ഭാര്യ ആൻസി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ജാൻസി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ മാർട്ടിലേക്ക് കൊടുക്കാം. മാർട്ടിൻ്റെ വിശേഷങ്ങൾ മാർട്ടിൻ പറയുന്നത്. തലപ്പറമ്പിൽ ഇപ്പം റഷാദ്കാരി പറഞ്ഞില്ലേ, ഐസക് എന്ന് പറയും, ഇസ്താക്ക് അപ്പൂപ്പന് ഇവരുടെ അപ്പൻ്റെ പേര് തോമ എന്നാണ്. തോമ പേരപ്പൻ്റെ 2 മക്കളും ഇസ്താക്ക് പേരപ്പനുണ്ട്.
പിന്നെ ചാണ്ടപ്പിള്ള സാറ് അപ്പം ചിലപ്പോൾ ജിനുവിൻ്റെ ഫാദറൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഔതക്കുട്ടിയുടെ മക്കൾ 4 പേരാണ്. അതിൽ ചേട്ടന് ഞാൻ 2 പെങ്ങന്മാരുണ്ട്, ഷൈജ, ബെറ്റി, എൻ്റെ ഭാര്യ. എൻ്റെ ഫാമിലിയുടെ പറഞ്ഞാൽ മതിയല്ലോ. ജാൻസി നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ മനോരമയിൽ ജോലി ചെയ്യായിരുന്നു. 2 മക്കളുണ്ട്, വിനീത്, വിവേക്. വിനീത് ഇപ്പം ദുബായിൽ ഒരു ജോലി പ്രവേശിച്ചു. രണ്ടാമത്തെ വിവേക് ആന്ധ്രയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഇത്രയാണ് പറയാനുള്ളത്. കൊച്ചുമക്കളാണ്. അവരുടെ മക്കളായിട്ടുള്ളത് അഡ്വക്കേറ്റ് ടി സി ജോസഫ്, ടി സി സെബാസ്റ്റ്യൻ, പിന്നെ ടി സി മേരിക്കുട്ടി. 3 പേരും മരിച്ചുപോയി. ടി സി ജോസഫിന്റെ 2ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ പേര് മനോജ് ജോസഫ്. എൻ്റെ ചേട്ടൻ്റെ പേര് ലെസ്ലി ജോസഫ്. എൻ്റെ മൂത്ത പെങ്ങൾ റാണി ജോസഫ്. പിന്നെ എൻ്റെ ഇളയ 2 പെങ്ങന്മാരുണ്ട്. ഒന്ന് എൽ സി ജോസഫ്, പിന്നെ റജീസമ്മ ജോസഫ്. ഇതെൻ്റെ ഭാര്യയാണ് ഷീബ. ഞങ്ങൾക്ക് 2 മക്കളാണ്, മെറിൻ ആൻഡ് മനോജും ഡാനിയ മനോജും. 2 പേരും ഇപ്പോൾ UK ഒരാൾ പഠിച്ച് ഡോക്ടറായിട്ടുണ്ട്, ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരാൾ ന്യൂറോ സയൻസ് BSc പഠിക്കുന്നു. ഇതാണ് റാണമ്മയുടെ ഹസ്ബൻഡിൻ്റെ പേര് ബാബുച്ചൻ. പുള്ളി എടത്വ കരിക്കുംപള്ളി ഫാമിലിയിൽപ്പെട്ടതാണ്. ജോമിയുടെ മനോജേഷൻ പറഞ്ഞ പോലെ ജോയിച്ചൻ എന്നറിയപ്പെടുന്ന ടി സി സെബാസ്റ്റ്യൻ്റെ മോനാണ് ഞാൻ. പള്ളത്താണ് വീട്. എൻ്റെ എനിക്ക് 2 പെങ്ങന്മാരാണ്. തൊട്ടിളയത് സുമി, അല്ലെ അന്നമ്മ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെങ്ങളും, സ്റ്റെഫി സെബാസ്റ്റ്യൻ ഇവളും. അന്നമ്മ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം അവധിക്ക് വന്നിട്ടുണ്ടെങ്കിലും ട്രിവാൻഡ്രത്ത് ഹസ്ബൻഡിൻ്റെ വീട് വരെ പോയിരിക്കുകയാണ്. ഇവള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, SBIയിലാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളത്താണ്. അവളുടെ മകനാണ് ഇത് ഏബൽ. ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ്. നെടുമുടി കാഞ്ഞുപറമ്പിലാണ് സുമിയുടെ വീട്. സുമി എന്നാണ് ഇവളുടെ പേരും. പെങ്ങളുടെ പേരും സുമിയാണ്. ഇതും സുമിയാണ്. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. മൂത്തയാളാണ് സാറ. ഇപ്പോൾ നിങ്ങൾ കണ്ട സാറ 11ാം ക്ലാസ്സിലാണിപ്പോൾ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നോയൽ. 8ാം ക്ലാസ്സിലാണ്. പിന്നെ ജോസ് ആണ് 4ാം ക്ലാസ്സിലാണ്. ജോസ് ചെറിയാൻ. പിന്നെ ഏബ്രഹാം ചെറിയാനാണ് 3ാം ക്ലാസ്സിൽ. അങ്ങനെ 4 പേരാണ് നമ്മൾ. ഒരു പാൽക്കടൽ ആടിയാടിവാ പുലർപ്പേടിറങ്ങിവാ തോമാ കുഞ്ഞ്, അതായത് നമ്മുടെ രക്ഷാധികാരിയുടെ ബ്രദറിൻ്റെ മകനാണ്. ഇതെൻ്റെ ഫാമിലി. വൈഫ് ജയമോൾ കടുത്തുരുത്തിയിലാണ്, കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. മൂത്തത് മോള് റോസ്മി, SBIയിൽ ഇവിടെ കുന്നമ്പുറം ബ്രാഞ്ചിൽ തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. മോൻ റോഷൻ, അവൻ എയർ ഇന്ത്യയിൽ എറണാകുളത്ത് കമ്പ്യൂട്ടർ സയൻസ് BTech കഴിഞ്ഞിട്ട് എയർ ഇന്ത്യയുടെ IT ഡിവിഷനിൽ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യും. ഞാൻ അച്ഛൻ്റെ മോനാണ്. ഇത് എൻ്റെ അമ്മ. ഇത് എൻ്റെ വൈഫ് സവിത. ഇതെൻ്റെ മൂത്ത മോൻ ആൽവിൻ തോമസ്. അതെൻ്റെ മോള് അലക്സ ഗ്രേസ് തോമസ്. ഇത് ഓസ്റ്റിൻ തോമസ്. ഞങ്ങൾക്ക് 2 ആണും 1 പെണ്ണുമാണ്. അച്ചാച്ചൻ്റെ പേര് കൊച്ചാക്കോ. അമ്മച്ചയുടെ പേര് ഗ്രേസി. തിനപ്പുറം കുടുംബത്തിലെ എൻ്റെ ചേട്ടൻ്റെ മോനാണ് ടോമിച്ചാൻ. ടോമിച്ചായൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി. പരിചയപ്പെടുത്തി സവിത. സവിത HDFC ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, ചങ്ങനാശ്ശേരിയിലാണ്. നിങ്ങൾക്ക് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ, നേരെ ജ്യേഷ്ഠൻ ഔസേപ്പ് കുഞ്ഞെന്നായിരുന്നു പുള്ളി അറിയപ്പെടുന്നത്. അച്ഛനപ്പാപ്പൻ്റെ കൂടെ അവരൊന്നിച്ച് മണ്ണാർക്കാട് കരിമ്പ എന്ന സ്ഥലത്ത് പോയി അവിടെ താമസിക്കുകയാണ്.
നമ്മുടെ കുടുംബയോഗങ്ങളിലെങ്ങും കുടുംബത്തിലെങ്ങും അവർ വന്നിട്ടില്ല. ഇപ്പോൾ ജോണി എന്ന് പറയുന്ന ഇളയ മകൻ, അവർക്ക് 3 ആമക്കളാണ്, സിബിചായൻ, രാജു, ജോണി, ആമക്കൾ 3 പേര്, 7 പെൺപിള്ളാരും ഉണ്ട്. അതിലെ രാജായനും ഭാര്യയും മെറ്റിച്ചേച്ചിയും വരാനിരുന്നതാണ്. പക്ഷെ സാങ്കേതികമായിട്ട് അർജന്റായിട്ട് ഒരു ഓപ്പറേഷൻ വന്ന് കിടപ്പായി പോയി രാജായൻ. അതിന് പകരം അവരിങ്ങ് കയറി വരണം, ഇറങ്ങി വരണം, ഇങ്ങ് വരണം, നിങ്ങൾ എല്ലാവരും. शक्ति सहित गणपति शङ्करादिसेवितं विरक्त सकल मुनिवर सुरराज विनुत गुरुगुहं भक्तादिपोषकम्. എൻ്റെ ഭാര്യയാണ്. എനിക്ക് 3 പിള്ളേർ. മൂത്തയാൾ നിയമസഭ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നു. ഇളയ ആള് അയർലൻഡിൽ ജോലി ചെയ്യുന്നു. നടുക്കത്തെ ആൾ വയ്യാത്ത ഒരു കുഞ്ഞാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കൂടെയുണ്ട്. മതിയോ? ഞാൻ തങ്കച്ചൻ്റെ ചേട്ടൻ മുനിസിപ്പൽ കൂട്ടത്തിൻ്റെ ഭാര്യയാണ്. പുള്ളി മരിച്ചു പോയി. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത മോള് കടുത്തെത്തി കെട്ടിച്ചു. രണ്ടാമത്തത് പിന്നെ പോയി ഡൽഹിയിലെ ജോലി ചെയ്യുന്നു. രണ്ടാമൻ ഇവിടെ ഒരു വർക്കിന് പോയിരിക്കുവാണ്. താമസിച്ചേ വരത്തുള്ളൂ. മൂന്നാമത്തേത് ജിജോയി, അവൻ ലഹറിലാണ് ജോലി ചെയ്യുന്നു. ആൺപിള്ളേർ 3 പേര്. 5ാമതൊരു പെൺകുഞ്ഞുണ്ട്. അവള് ശാന്തപിള്ള സാറിൻ്റെ അനുജൻ അപ്പച്ചൻ്റെ മകൻ തോമസ്, തങ്കച്ചൻ എന്നറിയപ്പെടുന്ന തങ്കച്ചൻ്റെ 2ാമത്തെ മകനാണ്. ഞങ്ങൾ 4 പേരാണുള്ളത്. എനിക്കൊരു ചേട്ടനും 2 സഹോദരിമാരുണ്ട്. അവർ 3 പേരും പുറത്ത് US സെറ്റിലാണ്. ഞാനും ഇതെൻ്റെ ഭാര്യ ഡോണ, ഇതെൻ്റെ മകൻ തോമസ്. ഞങ്ങൾ 3 പേരും പുറത്ത് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ചാച്ചൻ്റെ സിസ്റ്റർ അമ്മണി എന്ന് പറയുന്ന അമ്മണിയാൻ്റിയുടെ മകൻ്റെ ഭാര്യ സുബി. ഇതാണ് നമ്മൾ. ഇവര് വളരെ എളിമയോടുകൂടി പരിചയപ്പെടുത്തിയതാണ്. ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതൊരു ഡോക്ടറാണ്. ഗൈനിക്കാണോ പീഡിയാട്രിഷ്യനാണ്? ഗൈനിക്കാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ നമുക്ക് ഇവരെ 2 പേരെയും കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. രാജശില്പി നീയൊരു കഴിഞ്ഞ ടീമിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ കുടുംബയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിനോയ് ജോസഫിന്റെ ഫാദറും ഇദ്ദേഹത്തിന്റെ ഫാദറും ചേട്ടനും അനിയനുമാണ്. ബെനിച്ചനാണ് എൻ്റെ ഭർത്താവാണ്. ഞാൻ ലൗസി. ഞാൻ 2 ആമക്കളാണ്. മൂത്തത് ബിബിൻ, ഇളയത് ബിബിൻ. ഇവനെ ജോലി ചെയ്യുന്നു. ഇളയവൻ MBBS പഠിക്കാനായിട്ട് പോയിരിക്കുന്നു. മോനാണ്. 2ാമത്തെ മകൻ എൻ്റെ ഭാര്യയാണ് റോസ്മി. എനിക്ക് 2 പെൺമക്കളാണ്. ഒന്ന് അലീന മോൾ ഔസേപ്പ്, ഒന്ന് ആൽഫി മോൾ ഔസേപ്പ്.
ഒരാൾ ടീച്ചറായിരിക്കുന്നു, ഒരാൾ +1 പഠിക്കുന്നു. ഞാൻ മേരുകുട്ടി, എൻ്റെ വീട് മാവേലിക്കര. എനിക്ക് 4 പിള്ളേരുണ്ട്. 4 പേരും ഒരുമാതിരിയൊക്കെ ആയിട്ട് ജീവിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് ഇച്ചിരി അസുഖമുണ്ട്. എനിക്കും തീരെ വയ്യ. എനിക്ക് ഉരുണ്ട് വീണ് എല്ലാം പൊട്ടി ഒരുമാതിരിയൊക്കെ ഇരിക്കുക. തമ്പുരാൻ്റെ കുറവുണ്ട്. ഇങ്ങനെയൊക്കെ ദൈവം കൊടുത്തി തരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, നന്ദി. വാ. കുഞ്ഞച്ചൻ്റെ ഭാര്യ, പേര് കുഞ്ഞച്ചൻ, ചാണ്ടിയൽ സാറിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് റോസമ്മ സാറ്. എൻ്റെ വീട് അമ്പാട്ട് തൃക്കൃത്താനം. യേശുക്രിസ്തുവിന്റെ സ്ഥാനം കൂടെ ഉണ്ട്. ഞാനും തിരക്കുകളൊക്കെ കുറെ കുറഞ്ഞു. ഇനിയിപ്പോൾ കുടുംബയോഗത്തിൽ സജീവമായിട്ടുണ്ട്. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ആശംസകൾ. അല്ല പറഞ്ഞായിരുന്നു. ഇതാ ആദ്യമായിട്ട് ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സാരമില്ല, നല്ലൊരു കയ്യടി കൊടുത്തേ. അദ്ദേഹം തീർച്ചയായും നല്ലൊരു കയ്യടി കൊടുത്തേ പിള്ളേർക്ക്. ഓ, കയ്യടി വന്നു. ഇതാ അടുത്ത ആളും ഔട്ടായിരിക്കുന്നു. ഇതാ അവസാനം 5 പേരുണ്ട്. ഓക്കെ, 5 പേരുണ്ട്. ഇതാ താഴെ കളയാതെ നോക്കുക. ബോൾ താഴെ പോകാതെ നോക്കുക. ഇതാ ഇവിടുന്നാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും നല്ലൊരു കൈ കൊടുത്ത പിള്ളേർക്ക്. രാജീവങ്കളിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 2ാം സ്ഥാനം കിട്ടിയ നല്ലൊരു കയ്യടി കൊടുത്തേ. നല്ലൊരു കയ്യടി. പുരുഷന്മാരാരുമില്ലേ? മനോജങ്ങളെ വാ. ഇതാ വന്നവരെ വെച്ച് നമ്മൾ ഇവിടെ നമ്മുടെ മത്സരം ബോക്സ് ആണ്. ബോക്സ് ലഭിച്ചിരിക്കുന്നു. നല്ലൊരു കൈയടി. മ്യൂസിക് എപ്പം നിൽക്കുന്നു? ആരുടെ കയ്യിൽ ബോൾ കിട്ടുന്നു? ജാൻസിയാനി പടവളയെന്നാണ് കളിക്കുന്നത്. ഇതാ ഒരു പ്രത്യേക കൈയടി. നല്ലൊരു കൈയടി. പ്രാക്ടിക്കൽ മൂവ്സ് ആണ്. അമ്മച്ചി നമ്മുടെ ഇവിടുന്ന് ഔട്ടായിരിക്കുകയാണ്. നല്ലൊരു കൈയടി. മ്യൂസിക് തുടങ്ങി. ഇതാ എന്റെ അമ്മ ഔട്ടായിരിക്കുകയാണ്. സെക്രട്ടറിയുടെ ഭാര്യ. നല്ലൊരു കൈയടി. എങ്കിലും നല്ലൊരു കൈയടി.
ഇതാ ഔപചാരികമായി ജൂമിയങ്ങളുടെ സിസ്റ്റർ ഔട്ടായിരിക്കുകയാണ്. അവര് ടാക്ടിക്കൽ മൂവ് വഴി ഔട്ടാക്കിയിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ വൈഫാണോ വിജയി എന്ന് ഇപ്പോൾ അറിയും. ആര് വിജയിച്ചാലും അത് കമ്മിറ്റി കൊടുക്കാം. അതാണ് ടീം സ്പിരിറ്റ്. പ്രസിഡന്റ് നമ്മുടെ ഈ വിജയി ആയിരിക്കുന്നത് നല്ലൊരു കൈയടി കൊടുക്കും. ഇനിയും ഗെയിമുണ്ട് ഒരു പാട്ടിന് ശേഷം. പാട്ട് യുടെ കസേരകളി ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നല്ലൊരു കൈയടി, ഇതിന് മുന്നോടിയായിട്ട് നല്ലൊരു കൈയടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഓരോരുത്തരും. നല്ലൊരു കൈയടി. പോരട്ടെ, ഓട് രാജുങ്ങളെ ഓടിക്കോ. കസേരയിലാരും തട്ടരുത്, കസേര തട്ടാതെ ഓടുക. രാജുങ്ങളെ ഓട് അനങ്ങിനിക്കല്ലേ ഓട്. ചാടി എടുക്ക, ഓടിച്ചാടുക. യുവജനങ്ങളും മുതിർന്നവരും പ്രായമായവരും എല്ലാവരും കളിക്കുന്ന ഒരു കളിയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ആദ്യം തന്നെ ജിനു അങ്ങളുടെ എല്ലാവരും ഔട്ട് ആക്കിയിരിക്കുകയാണ്. എങ്കിലും അങ്ങളുടെ നല്ലൊരു കൈയടി, മത്സരിക്കാൻ കാണിച്ചൊരു മെന്റാലിറ്റിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ലൊരു ഗൈഡ് കൊടുത്തേ. പറഞ്ഞല്ലോ, ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് ഒരു വിസിറ്റ് പോയി ടോമിച്ചനുമായിട്ട്. അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഞങ്ങളിൽ പോയി. അപ്പോൾ അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഡാഡി, പെരിന്തൽമണ്ണ ഡാഡി. ഡാഡിയെ കുറിച്ച് വിവരിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കാർക്കും അറിയത്തില്ല. ഡാഡിയുടെ മോൻ എന്ന് പറഞ്ഞാൽ DGP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ പദവിയാണ്. DGP ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു ഫണ്ട് രൂപീകരിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക്, വേറെ ആരും എന്നോട് പറഞ്ഞില്ല, പുള്ളിയാണ് എന്നോട് പറഞ്ഞത്. ശരിക്കും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പുള്ളി പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട പിള്ളേർ, പുള്ളി പറഞ്ഞ പൈസ ഉള്ള പിള്ളേർ, ഞാൻ തുറന്നൊന്ന് പറയുന്നൊന്നും വിചാരിക്കരുത്. ഇപ്രാവശ്യം അവാർഡ് കൊടുത്തതിനകത്ത് 2 പേര് മാത്രമേ ഉള്ളൂ പാവപ്പെട്ട പിള്ളേർ. ബാക്കിയുള്ളവരൊക്കെ നല്ല പിള്ളേരാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പുള്ളി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ
നമ്മുടെ കുടുംബത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൺസൾട്ടൻസ് കമ്മിറ്റി. എന്താണ് കൺസൾട്ടൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ അറിവില്ലാത്ത അപ്പനും അമ്മയും കാണും. ചില അപ്പന്മാർ ഇവിടെ നിന്ന് അനാവശ്യമൊക്കെ പറഞ്ഞു, അവരെ കുറ്റമൊന്നും നമ്മൾ പറയണ്ട. അവരുടെ പിള്ളേർക്ക് എന്തെങ്കിലും അറിവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റി, അത് നമ്മുടെ ബിജുമോൻ ലെസ്ലി ജോസഫ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി, എനിക്കറിയാവുന്ന പുള്ളി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ്. അതുപോലെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറേ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. നമ്മുടെ അടുത്തുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ ചെന്നാൽ ഞാൻ കൊച്ചിനോട് ഞാൻ ചോദിച്ചു, തൊട്ടടുത്തുള്ളതാണ്, ചിലപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. കൊച്ചു പറഞ്ഞു +2 കഴിഞ്ഞു. ആ കൊച്ചിനൊരു ആഗ്രഹമുണ്ട്, അവർക്ക് നേഴ്സിംഗിൽ ജർമ്മനിക്ക് പോകാൻ. നിങ്ങൾക്കറിയാമോ, ജർമ്മനിക്ക് പോകാൻ ഒരു പൈസ പോലും ചിലവില്ല. പക്ഷേ എൻ്റെ മക്കളൊക്കെ കാനഡയ്ക്ക് പോയത് ലക്ഷങ്ങൾ കൊടുത്താൽ പോയത്. ഒരു പൈസ പോലും വേണ്ട, ജർമ്മനിക്ക് പോകാനുള്ള ഫീസ് പോലും വേണ്ട. അപ്പോൾ അത് നമ്മൾ അതിനുള്ളൊരു കൺസൾട്ടേഷൻ ഫേം നമ്മൾ തുടങ്ങണമെന്ന് ബിജുമോൻ നമ്മുടെ ലെസ്ലി ജോസഫ് എന്നോട് പറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് അറിവുള്ളവർ ഒരു ഫേം തുടങ്ങിയിട്ട്, ഫേം മീൻസ് ഒരു ഗൈഡൻസ് കൊടുക്കുക. അങ്ങനെയുള്ള പിള്ളേർക്ക് ജർമ്മൻ പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ DGP എന്നോട് പറഞ്ഞു ഞാനൊരു ഫണ്ട് തരാം. അതുപോലെ നമുക്ക് പേര് പറയാൻ മേലാത്ത 3-4 പേര് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാം. പാവപ്പെട്ട കുട്ടികൾ, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഞാൻ പൈസ തരാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. അതുകൊണ്ട് അടുത്ത നമ്മുടെ അജണ്ട, നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു. നമുക്കിങ്ങനെയുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരെ, മനസ്സിലായില്ലേ, ആർക്കും നേരിട്ട് പൈസയൊന്നും കൊടുക്കത്തില്ല. അവരുടെ കോളേജിലേക്ക് വേണ്ടിയുള്ള ഫീസ്, ഫോർ എക്സാമ്പിൾ നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു കൊച്ചാന്ന് വിചാരിക്കാം, ഡിസേർവിങ് ആയിരിക്കണം. അല്ലെ, എൻ്റെ മോളെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇത്ര ലക്ഷം രൂപ ചിലവുണ്ട്, അതൊന്നും നമ്മൾ കൊടുക്കത്തില്ല. എത്ര രൂപ വേണം ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട പൈസ നമ്മൾ കൊടുക്കും. ഓൾറെഡി എന്നോട് 2-3 പേര് ഒരു 10-25,000 രൂപ എന്നോട് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ തിരുപ്പറമ്പിൽ കുടുംബയോഗം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നമ്മുടെ ബഹുമാന്യ രക്ഷാധികാരി കുഞ്ഞച്ചൻകുഞ്ഞ് അങ്ങള് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമ്മളുടെ കഥകൾ പറഞ്ഞ് വളരെ ഗുണപാഠമുള്ള കഥകളാണ് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ വളരെ ദൂരങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ പിന്നെ തങ്കച്ചായൻ, നമ്മുടെ പ്രസിഡന്റ് സാജി സാറ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരു വാർഷികം ആഘോഷിച്ചതിന് ശേഷം അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് പല ഈ ഒരു വർഷത്തോളം ഉള്ള ഒരു നീണ്ട ഒരു അധ്വാനമായിരുന്നു ഈ ഒരു കുടുംബയോഗ വാർഷികം സമ്മേളനം എന്നുള്ളത്. അവർക്ക് ഇതിനു പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ നമുക്ക് അറിയാം, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, തിരുപ്പറമ്പിൽ കുടുംബം എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പണ്ട് അങ്കിള് പറഞ്ഞതുപോലെ ഒരു ടീച്ചർ കുടുംബം ആയിരുന്നു പണ്ടെങ്കിൽ, ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പിന്നെ കമ്പ്യൂട്ടർ എക്സ്പേർട്സ്, നമ്മുടെ CA, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ പ്രാഗൽഭ്യം തെളിയിച്ച, മികവ് തെളിയിച്ച ഒരു കുടുംബമാണ് നമ്മുടെ പൊളിറ്റീഷ്യന്മാരെ. നമ്മുടെ പ്രസിഡന്റ്, ഞാൻ വിചാരിച്ച കസേരകളിക്ക് ഈ പ്രസിഡന്റ് ഇല്ലായിരുന്നു, തങ്കച്ചായൻ കസേര പിടിച്ചു വാങ്ങിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പുള്ളി ഒത്തിരി വർഷം നീണ്ട വളരെ പാരമ്പര്യമുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും തിരുപ്പറമ്പ് കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷം യോഗത്തിൽ പങ്കെടുത്ത ഒരു പക്ഷേ പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം.
അവർ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ വിദേശത്തുള്ളവരുണ്ട്, അവർക്ക് കൂടാൻ പറ്റാത്തവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു നല്ല ഒരു അവസരം മിസ്സായി പോയി. സംഗമത്തിൽ നന്ദി പറയുക എന്നത് എന്നും നിക്ഷിപ്തമായതിനാലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാലിം അലക്സ്, രക്ഷാധികാരി മാർക്കോസ് കറിയ, സെക്രട്ടറി ടോമിച്ചൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങള്, ഈ യോഗ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മറ്റംഗങ്ങളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഈ വലിയ സംഗമം അതിന്റെ സമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ചിലപ്പറമ്പിൽ എന്ന ഈ വലിയ തണൽമരത്തിന് കീഴിൽ ഒത്തുചേരാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമായി ഈ അവസരത്തിൽ ഞാൻ കരുതുന്നു. ഈ ചടങ്ങിന് നേതൃത്വം നൽകുകയും വളരെ ഭംഗിയായി നിയന്ത്രിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അധ്യക്ഷനോടുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ സംഗമത്തിന്റെ വിജയത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷാധികാരി എന്നിവരോടുള്ള കടപ്പാടുകൾ വാക്കുകൾക്ക് അതീതമാണ്. ദൂരദേശങ്ങളിൽ നിന്നും ജോലി തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തിയ ഓരോ കുടുംബാംഗങ്ങളുമാണ് നമ്മുടെ ഈ ഒത്തുചേരലിന്റെ ആത്മാവ്. മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ നൽകിയ ഈ സഹകരണം വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. ഈ ചടങ്ങിന് വേദി ഒരുക്കിയ മനോജിന് പ്രത്യേകം നന്ദി പറയുന്നു. തിരക്കുകൾക്കിടയിലും അബുദാബിയിൽ നിന്ന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുതരികയും ചെയ്തതിന് യോഗത്തിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സംഗീത സാഗരത്തിൽ നമ്മളെ ആറാടിച്ച പറീസ് സാറിനും അതുല്യയ്ക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. രുചികരമായി ഭക്ഷണം നൽകിയ കാറ്ററിംഗിന് നന്ദിയുടെ ഒരു വാക്ക്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വടക്കേ കുടുംബാംഗമായ ജോർജ് കുട്ടി സാറിനും നന്ദി പറയുന്നു. പിന്നെ നമുക്ക് വെളിച്ചവും ശബ്ദവും തന്ന് നമ്മളെ സഹായിച്ച ബിനോയ്ക്ക് 1000 നന്ദി. ഈ സംഗമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത വർഷവും ഇതിലും ഭംഗിയായി കുടുംബ സംഗമം നടത്താമെന്ന പ്രതീക്ഷയോടെ ഈ സ്നേഹബന്ധം ഊഷ്മളമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.